ഹായ് ഗായ്സ്, വെൽക്കം ടു മീ ആൻഡ് മൈ കപ്പ് കേക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഏലൂരാണ്. ഏലൂര് എൻ്റെ അമ്മയുടെ നാടാണ്. മഞ്ഞുമൽ ഏലൂർ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ കറക്റ്റ് മഞ്ഞുമലാണ് അമ്മയുടെ കറക്റ്റ് വീട്. ഇപ്പം നമ്മളുള്ളത് ഏലൂരാണ്. അപ്പോൾ നമ്മൾ ഏലൂരാണ്. നമ്മളൊരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമ്മളൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ, വീട്ടിലെല്ലാവരുമായിട്ട്. അപ്പോൾ സനക്കുട്ടി, അപ്പുറത്തെ വീട്ടിലൊരു കുട്ടിയുണ്ട്, ആ കുട്ടിയായിട്ടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ നടക്കാൻ ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും റെഡിയായി ഇറങ്ങണ കണ്ടു കഴിഞ്ഞാൽ എവിടെയോ എന്തോ പരിപാടിക്ക് പോണ പോലെയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ജസ്റ്റ് ഒന്ന് വൈകുന്നേരം ഒരു 6:30 ആയപ്പോഴാണ് നടക്കാൻ ഇറങ്ങുന്നത്. നമ്മൾ ഏലൂർ ഫെറിയുടെ അങ്ങോട്ടാണ് പോണത്. അപ്പോൾ അവിടെ അടുത്താന്നാ പറഞ്ഞത്. ഞാൻ അങ്ങോട്ടൊന്നും അത്ര അങ്ങ് പോയിട്ടില്ല. പിന്നെ അമ്മ അച്ഛനും പറഞ്ഞ് അവിടെ നിന്ന് അടുത്താണ്, കുറച്ചൊന്ന് നടന്നിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പോവാണ്. അപ്പോൾ ചേച്ചിയാണെങ്കിൽ, എൻ്റെ ചേച്ചി ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നടക്കുകയാണ്. ചേച്ചിയുടെ മോളാണെങ്കിൽ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവൾ ഓടാണ് കേട്ടോ. അവൾക്ക് ക്യാമറ വരാൻ എന്തൊരു മടിയാണ്. അങ്ങനെ സനക്കുട്ടിയാണെങ്കിൽ അച്ഛമ്മേനെയും അമ്മാമ്മേനെയും കിട്ടിയപ്പോൾ തന്നെ അവരുടെ കൈയും പിടിച്ച് അങ്ങ് നടക്കാൻ തുടങ്ങി. പുറത്തോട്ട് പോകാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ സനക്കുട്ടിക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യവും. അപ്പോൾ അവർ രണ്ടുപേരും കൈ പിടിച്ച് സനക്കുട്ടി അങ്ങ് നടപ്പ് തുടങ്ങി. പിന്നെ സനക്കുട്ടിയുടെ വാട്ടർ ബോട്ടിൽ എന്തോ ഒന്ന് പറ്റിയിട്ട് അത് ശരിയായിക്കൊണ്ടിരിക്കുന്നതാണ് അച്ഛനും ബിയുലയും കൂടി. അങ്ങനെ ഞാനപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഇങ്ങനെ വെറുതെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ പോണ വഴിക്ക് ഒരു പോത്തുകുട്ടീനെ കണ്ടപ്പോൾ സന അതിന് ടാറ്റയൊക്കെ കൊടുത്തു. അങ്ങനെ കണ്ടപ്പോൾ സന അതിനെ നോക്കി ഇങ്ങനെ നിൽക്കണം കേട്ടോ. ടാറ്റയൊക്കെ പറയണ്ടായി, ഉമ്മ കൊടുത്ത്. അങ്ങനെ അതിന് ഉമ്മയൊക്കെ കൊടുത്തിട്ട് സനക്കുട്ടി വീണ്ടും അച്ഛമ്മയുടെ കൈ പിടിച്ച് അങ്ങനെ നടക്കണേനെ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടിട്ട് ചേച്ചിയുടെ മോളെ എന്നെ കുറേ കളിയാക്കണേ കണ്ടിട്ടാ, എന്തേ കാണിക്കണേന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നെ അവൾ ആദ്യമൊക്കെ മടിച്ച് നിന്ന് വീഡിയോയിൽ വരാൻ കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ചുമ്മാ ഒന്ന് ഇൻട്രോ കൊടുക്കാനായിട്ടൊക്കെ നോക്കുന്നുണ്ടായി. അപ്പം അതാണ് ആ സംസാരിക്കണതും കാര്യങ്ങളൊക്കെ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ജസ്റ്റ് അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു വെൽക്കം ഒക്കെ എല്ലാവർക്കും തന്നിട്ടുണ്ടല്ലോ. അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് ചുമ്മാ എടുത്ത് നോക്കിയതാണ്. അപ്പം അങ്ങനെ എല്ലാവരും നടക്കണേനും സനക്കുട്ടി നടന്ന് മതിയായപ്പോൾ സനക്കുട്ടീനെ അച്ഛനെടുക്കാൻ തുടങ്ങി, എടുത്തോണ്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കുറേ അധികമായിട്ട് നടക്കണം. അപ്പോൾ ഇതാണ് ചേച്ചിയുടെ മോള് ബിയൂല, പിന്നെ എൻ്റെ ചേച്ചി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് വന്ന്. അപ്പോൾ ഹസ്ബൻഡ് സനക്കുട്ടീനെ ഇരുത്തിക്കൊണ്ട് വണ്ടിയിൽ പോകാൻ പോയിട്ട്, അപ്പോൾ കൂടെ ബിയുലയും പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബിയുലയും ഒരുമിച്ച് കയറുന്നതാണ് വണ്ടിക്കകത്തേക്ക്. അങ്ങനെ അവർ പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, ഹായ് സന്ദീപേട്ടാ, ഒരു ഹായ് പറഞ്ഞേ. സന്ദീപേട്ടനപ്പോൾ ഒരു ഹായ് തന്നുണ്ടേ. സന്ദീപേട്ടനും ബിയുലയും സനക്കുട്ടിയും കൂടി വണ്ടിക്ക് അങ്ങ് പോയിട്ടോ. അവരാദ്യം എത്തും. ഞങ്ങൾക്ക് ഇനിയും നടക്കാനുണ്ട്. നടന്നിട്ട് എനിക്ക് ആകെ മതിയായി. ഇതെൻ്റെ ഹസ്ബൻഡ് അമ്മയാണ്, അതായത് എൻ്റെ അമ്മായിയമ്മ. ഇതെൻ്റെ അമ്മ. ഇനി എൻ്റെ ചേച്ചിനെ പരിചയപ്പെടുത്തരാം. ഇതാണ് എൻ്റെ ചേച്ചി. ചേച്ചി ഒരു ഹായ് പറഞ്ഞേ. ഇനി അടുത്ത് പരിചയപ്പെടുത്താനാണ് എൻ്റെ അച്ഛനെ കേട്ടോ. അച്ഛൻ ഭയങ്കര സ്പീഡിലാണ് നടക്കണം. ഞാൻ ഓടി എത്തട്ടെ. ഇതാണ് എൻ്റെ അച്ഛൻ. ഹായ് പറയൂ. ഞങ്ങളൊന്ന് വൈകി ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. വൈകിട്ട് ഞങ്ങളുടെ സനമോളെ കൊണ്ട് നിങ്ങൾക്കെല്ലാവരും നമ്മുടെ ഈ വൈകിട്ടുള്ള നടപ്പ് നല്ല ശരീരത്തിനും ആരോഗ്യത്തിനും നല്ലതാണ്. അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുക. നമ്മുടെ വൈകിട്ടുള്ള സമയമൊക്കെ നമ്മുടെ ആൾക്കാരെയൊക്കെ കാണുവാനും അവർക്ക് സ്നേഹമൊക്കെ പങ്കുവെക്കാനൊക്കെ നമുക്ക് ഒരു അവസരമാണ്. അപ്പോൾ ഞങ്ങൾ ഏലൂരാണ്. ഇപ്പോൾ ഏലൂർ ഫെറിയിലേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഫെറി ഒന്ന് കാണാൻ ഞങ്ങളൊന്ന് പോവുകയാണ്. അവിടെ ചെന്ന് അവിടെയുള്ള ആൾക്കാരൊക്കെ ഇട്ടത് ബന്ധപ്പെട്ട് സംസാരിക്കാനൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, നിങ്ങളും വരിക ഈ വീഡിയോടൊപ്പം. ചേച്ചിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പം അച്ഛൻ സംസാരിച്ചു കഴിഞ്ഞ് ചേച്ചി വീണ്ടും ഹായ് തന്നെ കേട്ടോ. അച്ഛനും മൈക്കെടുക്കാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ ഏകദേശം അവിടെ അടുത്തെത്തി. അപ്പം അങ്ങോട്ടേക്ക് കയറാൻ പോകണം. അപ്പോൾ അതിൻ്റെ അടുത്തായിട്ടാണ് മറ്റേ വാട്ടർ മെട്രോയുടെ ഇതുള്ളത്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് ഇത് അച്ഛൻ്റെ ഒരു ഫ്രണ്ടിനെയൊക്കെ കാണും. അപ്പോൾ അച്ഛൻ അങ്ങോട്ട് സംസാരിക്കാനായിട്ട് പോകും. പിന്നെ ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് നടക്കണേ. അതിൻ്റെ അകത്തോട്ടാണ് കയറണം. കാറിൻ്റെ ഫ്രണ്ടിൽ കൂടി നടക്കണം. ഞങ്ങൾ പതുക്കെ ഒന്ന് നടന്ന് അവിടെ എത്തി. അപ്പം അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മായിയമ്മേനെ എൻ്റെ ഹസ്ബൻഡ് വന്ന് കൂട്ടിക്കൊണ്ട് പോയിട്ടോ. കാരണം നടക്കാൻ ഒത്തിരി ദൂരം ഉള്ളതുകൊണ്ട് അവരെ കൊണ്ട് ആദ്യം ബിയുലിനെ സനക്കുട്ടിനെ ആക്കി കഴിഞ്ഞിട്ട് അമ്മേനൊക്കെ വന്ന് കൊണ്ടുപോയി വണ്ടിക്ക്. നമുക്ക് കുറച്ച് പ്രായമായതൊക്കെ നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ അത്രയും ദൂരം. അപ്പം ഇതവിടെ എത്തിയപ്പോൾ ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണതൊക്കെ പലരും ശ്രദ്ധിക്കുന്നുണ്ട്. ഞാനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ വീഡിയോ വ്ളോഗൊക്കെ എടുക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ സനക്കുട്ടി അവിടെ സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ നോക്കി നിൽക്കണം കേട്ടോ.
ഞങ്ങൾക്ക് കയറണമെന്നൊക്കെ ഉണ്ടായി. പിന്നെ സന്ധ്യ ആകാറൊക്കെയായി, ഇരുട്ടായതുകൊണ്ട് പിന്നെ കയറിയില്ല. പിന്നെ സനക്കുട്ടനെയും കൊണ്ട് സ്പീഡ് ബോട്ടിലൊക്കെ കയറി കഴിഞ്ഞാൽ സന കരഞ്ഞ് ആകെ പ്രശ്നം ഉണ്ടാക്കും. പിന്നെ അത് നിർത്തേണ്ടി വന്നു. നമുക്ക് തിരിച്ചു പോകേണ്ട അവസ്ഥ വരും. ഞങ്ങൾ കയറിയില്ല. സനക്കുട്ടി അവിടെ ബോട്ടും അതൊക്കെ പോകണ കണ്ടിട്ട് ടാറ്റയൊക്കെ കൊടുത്ത് അങ്ങനെ നിൽക്കണേന്. സനയുടെ ഡാഡി അടുത്ത് തന്നെ ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ചുമ്മാ ജസ്റ്റ് ഞങ്ങളുടെ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നില്ല. എങ്ങനെയുണ്ട് ഞാൻ കാണാൻ സുന്ദരിയല്ലേ ഗൈസ്? എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെട്ടോ? അപ്പം ഞങ്ങൾ 3 പേരും ഇതമ്മ, പിന്നെ എൻ്റെ അമ്മയും ചേച്ചിയും കൂടെ അവിടെ നിന്ന് എന്തൊക്കെയോ വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ സനക്കുട്ടിയും അപ്പയും കൂടി പോയി ജ്യൂസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നു. മസാല കപ്പലണ്ടിയും ജ്യൂസ്, സെവനപ്പ്, അതായത് മാസയുടെ ഒരു ജ്യൂസും സെവനപ്പൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് അതൊക്കെ പിന്നെ അവിടെ ഇരുന്ന് കഴിച്ച്. അതിൻ്റെ ഇടയിൽ ബ്യൂലേന്നിട്ട് വട്ടം കറക്കുന്നുണ്ട് സന. പിന്നെ എൻ്റെ ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ. ചേച്ചി സനക്കുട്ടിക്ക് ജ്യൂസൊക്കെ തുറന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജ്യൂസ് കുടിക്കുന്നുണ്ട്. ജ്യൂസ് കുടിച്ചതിൻ്റെ സന്തോഷത്തിൽ സനയൊക്കെ തുള്ളിച്ചാടും. സനക്ക് ജ്യൂസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ അധികം അങ്ങനെ മേടിച്ച് കൊടുക്കാറില്ല. ജസ്റ്റ് പുറത്ത് പോയപ്പോൾ ഭയങ്കര ഹാപ്പിയാവും ആൾ കുടിച്ചു കഴിയുമ്പോൾ. ഞാൻ വീണ്ടും വന്നു. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സന അതിൻ്റെ ഇടയിൽ ഒളിച്ച് കളിക്കുന്നുണ്ട് മരത്തിൻ്റെ പുറകിൽ പോയിട്ട്. അത് കണ്ടപ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കാം, എന്തെങ്കിലുമൊക്കെ ഒരു ഷോർട്സ് ചെയ്യാമല്ലോ ഓർത്തിട്ട് ഓടിച്ചു ഫോണായിട്ട്. അപ്പം സന എൻ്റെ പ്ലാനിങ് മൊത്തം എന്താ പറയുക നശിപ്പിച്ചെന്ന് പറയത്തില്ലേ, എൻ്റെ പ്ലാനിങ് മൊത്തം പാളിപ്പോയി. സന അപ്പോഴേക്കും വേറെ വല്ലയിടത്തോട്ടൊക്കെ ഓടിപ്പോയി. എൻ്റെ ചേച്ചി എന്നെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. സന നിന്ന് തന്നില്ല വീഡിയോ എടുക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ അവിടുത്തെ കുറേ കാഴ്ചകളൊക്കെ കണ്ട് കാറ്റും കൊണ്ട് ജ്യൂസൊക്കെ കുടിച്ച് അന്നത്തെ വൈകുന്നേരം ഒന്ന് എൻജോയ് ചെയ്തു. ചെറിയൊരു ചില്ലിങ് മോഡിലായിരുന്നു ഞങ്ങളെല്ലാവരും. നല്ല കാറ്റായിരുന്നു കേട്ടോ അവിടെ. ഭയങ്കര നല്ല എന്താ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ എന്നൊക്കെ പറയുന്നത് പോലെ നല്ലൊരു ശാന്തമായ പ്രദേശമാണ്. കുറച്ച് നേരമൊക്കെ ഇരിക്കാൻ നമുക്ക് റിലാക്സ് ചെയ്യാം. അങ്ങനെ സന ഇതൊക്കെ കണ്ട് നോക്കി ഇങ്ങനെ ഇരിക്കണം കേട്ടോ. അതിനെന്താ പേര് പറയാന്ന് എനിക്കറിയത്തില്ല കൃത്യമായിട്ട്. എന്താ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞെന്നായിരുന്നു, പക്ഷെ ഞാൻ മറന്നു പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് പോകണേട്ടോ ഗൈസ്. ഇരുട്ടായി തുടങ്ങിയപ്പോൾ സനക്കുട്ടി ഷൂ ഇട്ട് കൊടുത്തു. അതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മ മസാല കപ്പലണ്ടിയൊക്കെ തിന്ന് ചേച്ചിനെ കൊഞ്ചിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ബായ് എല്ലാവർക്കും. ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.